ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. ഷൊർണൂർ ചുടുവാലത്തൂർ കുളഞ്ചേരി കുളത്തിന് സമീപം വീടിന്റെ മതിൽ തകർന്നു വീണു. പറക്കോട്ടുകളത്തിൽ ജാനകിയുടെ വീടിന്റെ മതിലാണ് വീണത്. മതിലിന് താഴെ സമീപത്തെ സ്ഥല ഉടമ ചാല് നിർമ്മിച്ചതാണ് മതിൽ തകരാൻ കാരണമെന്ന് ജാനകി പറയുന്നു. കഴിഞ്ഞ വർഷം ചാൽ ഉണ്ടാക്കുന്നതിനായി മതിലിന് താഴെയുണ്ടായിരുന്ന വലിയ പാറക്കല്ല് തുരന്ന് മാറ്റിയതോടെയാണ് മതിലിന് ബലക്ഷയമുണ്ടായത്. ഇത് ചൂണ്ടിക്കാട്ടി നഗരസഭ, വില്ലേജ്, തഹസീൽദാർ എന്നിവർക്ക് പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ലെന്ന് ജാനകി പറഞ്ഞു. മുനിസിപ്പാലിറ്റിക്ക് അവിടുന്ന് അവർ വില്ലേജിലേക്ക് വിട്ടു. വില്ലേജിൽ നിന്ന് എനിക്കൊരു ലെറ്റർ വന്നു, ഇത് നിങ്ങൾ ഇവിടെ ലാൻഡ് ട്രിബ്യൂണലിൽ കൊടുക്കണം, ഒറ്റപ്പാലം അവിടെ കൊടുത്തു. ഇതുവരെ ഒരു അന്വേഷണം ഉണ്ടായില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതിലുള്ള ആ നമ്പറിൽ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. ഇപ്പോൾ അതാ വീട് ഇടിഞ്ഞു പോണ അവസ്ഥയിലാണ്, ഇത് ഇടിഞ്ഞു പോണ അവസ്ഥയിലാണ്. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, വീട്ടുപണി എടുത്തിട്ടാണ് ജീവിക്കുന്നത്. എൻ്റെ മോളാണെങ്കിൽ പഠിക്കുകയാണ്. നിലവിൽ വീടിന് സമീപത്തെ ഭൂമിയിൽ വിള്ളലുകൾ പ്രത്യക്ഷപ്പെട്ടതോടെ വീട് മാറി താമസിക്കാൻ വില്ലേജ് അധികൃതർ നിർദ്ദേശം നൽകി. താമസിക്കാനിടമില്ലാതെ എങ്ങോട്ട് പോകണമെന്നറിയാത്ത അവസ്ഥയിലാണ് ജാനകിയും മകളും. പക്ഷെ അവൻ ചെയ്തത് മതിലിൻ്റെ അടിയിലുള്ള കല്ലിനെ തുരത്തിയെടുത്തതാണ്. അതാണ് മതിൽ ഇടിഞ്ഞു വീഴാൻ കാരണം. ഞങ്ങൾ 20 വർഷമായിട്ട് കെട്ടിയുണ്ടാക്കിയ മതിലാണ്. ഇന്ന് വരെ ഒരു വിളിച്ചോ അല്ലെങ്കിൽ ഒരു ഇടിഞ്ഞു പൊഴുകിലോ ഒന്നും വന്നിട്ടില്ല. ഇപ്രാവശ്യമാണ് ഇതിങ്ങനെ സംഭവിച്ചത്. ഇതിങ്ങനെ സംഭവിച്ചതിൻ്റെ ഏക കാരണം അവൻ മാത്രമാണ്. നമ്മൾ പൊളിഞ്ഞ് എപ്പോഴാണ് ചടി ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ പെട്ടിട്ട് മരിക്കും. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഭർത്താവാണെങ്കിൽ ക്യാൻസറായിട്ട് അങ്ങനെ മരിച്ചു. ഒറ്റയ്ക്കേ ഉള്ളൂ. സുരക്ഷിതമായ ഒരിടം കണ്ടെത്താനും വീടിന്റെ സുരക്ഷ ഉറപ്പാക്കാനും നടപടി സ്വീകരിക്കണമെന്നാണ് ജാനകിയുടെ ആവശ്യം. ഇന്ന് എനിക്ക് ഇങ്ങനെ സംഭവിച്ചു. ഇതിന് ഉത്തരവാദികൾ ഇനി എന്ത് സംഭവിച്ചാലും, എൻ്റെ വീട് വീഴുകയാണെങ്കിലോ എനിക്ക് എന്തെങ്കിലും ജീവഹാനി സംഭവിക്കുകയാണെങ്കിലോ ഇതിൻ്റെ അപ്പുണ്ടായിരുന്ന ആ ഉദ്യോഗസ്ഥർ, വില്ലേജ് ഓഫീസറും തഹസിൽദാരും ഒക്കെയാണ് ഇതിൻ്റെ ആൾക്കാർ. അവരെന്നെ ഇതിൻ്റെ ഉത്തരം പറയണം. .വ്യൂ ന്യൂസ്, കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.